അന്വേഷണ ഏജൻസികളുടെയും നിയമത്തിന്റെ ശക്തിയുടെയും കണ്ണുവെട്ടിക്കാൻ സ്വന്തം വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ വൈഫൈ റൂട്ടറിൽ വ്യാജ സിം കാർഡ് ഘടിപ്പിച്ച് ഇന്റർനെറ്റ് കോളുകൾ നടത്തിയ അത്യാധുനിക അടവുകൾ ഒടുവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അതിശക്തമായ അന്വേഷണത്തിന് മുന്നിൽ വീണുടയുന്നു. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിലും മാസപ്പടി വിവാദത്തിലും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്കും മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ അടുത്ത അനുയായികൾക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പടിയൊരുക്കവുമായാണ് ED ഇപ്പോൾ വീണ്ടും അവതരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഉൾപ്പെടെയുള്ള പ്രമുഖ കേന്ദ്രങ്ങളിൽ ED ഉദ്യോഗസ്ഥർ നടത്തിയ മിന്നൽ പരിശോധനകളിൽ പുറത്തുവന്ന വിവരങ്ങൾ ഭരണ നേതൃത്വത്തെയും CPM പാർട്ടി കേന്ദ്രങ്ങളെയും പൂർണ്ണമായും ഞെട്ടിച്ചിരിക്കുകയാണ്. കേസിന്റെ ആരംഭത്തിൽ CMRL നിന്ന് ബാങ്ക് അക്കൗണ്ട് വഴി എക്സാലോജി കമ്പനിക്ക് ലഭിച്ചുവെന്ന് പറയപ്പെടുന്ന 2.78 കോടി രൂപയുടെ കണക്കുകൾ മാത്രമായിരുന്നു ഉയർന്നു വന്നതെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്നത് അതിലും എത്രയോ വലിയ സാമ്പത്തിക തട്ടിപ്പിന്റെ വിവരങ്ങളാണ്. കഴിഞ്ഞ മെയ് 27-ന് വീണ ടിയുടെ വസതിയിൽ ED നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത ഡയറിയും ഡിജിറ്റൽ രേഖകളുമാണ് ഈ കേസിനെ തീർത്തും പുതിയൊരു ദിശയിലേക്ക് തിരിച്ചുവിട്ടത്. ആ ഡയറിയിലെ ആദ്യ 9 പേജുകളിൽ എഴുതി വെച്ചിരുന്ന കൈയെഴുത്ത് കണക്കുകൾ പരിശോധിച്ച ED ഉദ്യോഗസ്ഥർ പോലും അത്ഭുതപ്പെട്ടു. വെളിപ്പെടുത്താത്ത സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നായി ഏകദേശം 20.5 കോടിയിലധികം രൂപയുടെ വൻ സാമ്പത്തിക ഇടപാടുകളാണ് ആ ഡയറി താളുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലേറ്റവും ഗൗരവമേറിയ കണ്ടെത്തൽ എന്തെന്നാൽ 3.49 ലക്ഷം ദിർഹം, അതായത് ഏകദേശം 85 ലക്ഷത്തോളം ഇന്ത്യൻ രൂപ അനധികൃതമായി ഹവാല ശൃംഖലകൾ വഴി ദുബായിലേക്ക് കടത്തിയിട്ടുണ്ടെന്നതാണ്. നിയമപരമായ ബാങ്കിംഗ് സംവിധാനങ്ങളെ പൂർണ്ണമായി നോക്കുകുത്തിയാക്കി നടത്തിയ ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. അന്വേഷണ സംഘത്തിന്റെ കണ്ണുവെട്ടിക്കാനും തങ്ങൾ നടത്തുന്ന രഹസ്യ ആശയവിനിമയങ്ങളുടെ തെളിവുകൾ പൂർണ്ണമായി നശിപ്പിക്കാനും അതീവ ഗൗരവമേറിയ സാങ്കേതിക വിദ്യകളാണ് കേസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊരാളുടെ പേരിൽ വ്യാജമായി ഒപ്പിച്ചെടുത്ത സിം കാർഡ് വീട്ടിലെ വൈഫൈ റൂട്ടറിൽ ഘടിപ്പിച്ച് അതിലൂടെ ഇന്റർനെറ്റ് കോളുകൾ നിർമ്മിച്ച് നിരീക്ഷണ ഏജൻസികളെ ചതിക്കാനായിരുന്നു നീക്കം. എന്നാൽ സാങ്കേതിക വിദ്യയുടെ അതിരുകൾ കടന്ന് ED അന്വേഷണ സംഘം ഈ സിം കാർഡിന്റെ ചിത്രങ്ങളും റൂട്ടർ വിവരങ്ങളും ഡിജിറ്റൽ തെളിവുകളുമെല്ലാം കൃത്യമായി കൈക്കലാക്കി കഴിഞ്ഞു. ഇത്തരമൊരു ഫൗൾ പ്ലേ നടന്നത് കേസിൽ വീണ ടിയുടെ കുരുക്ക് കൂടുതൽ മുറുക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരെയും സഹപ്രവർത്തകരെയും ലക്ഷ്യമിട്ട് ED കോഴിക്കോട്ടേക്ക് റെയ്ഡ് വ്യാപിപ്പിച്ചത്. റിയാസിന്റെ സഹപാഠിയും KCK ഡെന്റൽ ഉടമയുമായ ഡോക്ടർ ഷൈജലിന്റെ അപ്പാർട്ട്മെന്റ്, CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P നിഖിലിന്റെ ഫ്ളാറ്റ്, കോഴിക്കോട് DTPC ഡെസ്റ്റിനേഷൻ കോർഡിനേറ്റർ N നന്ദുലാലിന്റെ വീട് എന്നിവയടക്കം 9 പ്രമുഖ കേന്ദ്രങ്ങളിലാണ് ED ഉദ്യോഗസ്ഥർ ഒരേ സമയം ഇടിച്ചു കയറിയത്. വ്യാജ സിം കാർഡ് നൽകിയ വ്യക്തിയിലേക്കും ഡയറിയിൽ പേരുകൾ പരാമർശിക്കപ്പെട്ട പ്രാദേശിക നേതാക്കളിലേക്കും EDയുടെ പരിശോധനകൾ എത്തിയതോടെ ഇടത് ക്യാമ്പുകൾ ആകെ പരിഭ്രാന്തിയിലായിട്ടുണ്ട്. അനധികൃതമായി വിദേശത്തേക്ക് പണം കടത്തിയതിലൂടെ ഫെമ നിയമത്തിലെ കടുത്ത ചട്ടങ്ങളും വകുപ്പുകളും ലംഘിക്കപ്പെട്ടോ എന്ന് ED ഇപ്പോൾ അതീവ ഗൗരവത്തോടെ പരിശോധിച്ചു വരികയാണ്. ഫെമ നിയമപ്രകാരമുള്ള നടപടികളിലേക്ക് ഏജൻസി കടന്നാൽ ഏത് വീണ ടിക്കും ഭരണകക്ഷിക്കും തിരിച്ചടിയാകും. മുൻകാലങ്ങളിൽ കേന്ദ്ര ഏജൻസികൾക്കെതിരെ തെരുവിൽ സമരം നയിക്കുകയും ED ഉദ്യോഗസ്ഥരെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുകയും ചെയ്ത പ്രാദേശിക സഖാക്കൾക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന കൈപ്പേറിയ ചരിത്രം പാർട്ടിയുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ തെരുവിൽ കായികമായ പ്രതിരോധം തീർക്കാൻ മുതിർന്നാൽ അത് കൂടുതൽ നിയമക്കുരുക്കുകളിലേക്ക് നയിക്കുമെന്ന ഭയം CPM നേതൃത്വത്തിനുണ്ട്. ഡിജിറ്റൽ തെളിവുകളുടെയും പിടിച്ചെടുത്ത ഡയറിയിലെ സാമ്പത്തിക കണക്കുകളുടെയും പിൻബലത്തിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുന്നോടിയായി വീണ ടിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനാണ് EDയുടെ അടുത്ത നീക്കം. ചോദ്യം ചെയ്യൽ ഘട്ടം പൂർത്തിയാകുന്നതോടെ വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൊടുങ്കാറ്റുകൾക്കായിരിക്കും സംസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.